Hi, hello, it's me Jilna. Welcome to another episode of Ginger Coffee Vlogs. നമ്മൾ കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ എവിടെ പോയാലും നമ്മുടെ കുറച്ച് ഭ്രാന്തുകളും കൂടി നമ്മുടെ കൂടെ അങ്ങ് ഫ്ലൈറ്റ് കയറി പോരും അല്ലേ? അങ്ങനെ ഒരു ഭ്രാന്തിനെ കുറിച്ചാണ് ഇന്നത്തെ വ്ളോഗ്. ആ ഭ്രാന്തൻ ആഗ്രഹം സെറ്റാക്കിയപ്പോൾ തൊട്ട് ഒരാൾ അതിൻ്റെ കിടക്ക തന്നെയാണ്. സൂര്യേട്ടാ, ഞാൻ ഒരു പായം തലണി തരാം, അവിടെ കിടന്നോ. വേണ്ട, വൃത്തിയാവണം, എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു ഭ്രാന്ത്. ഞാൻ സൂര്യേട്ടൻ്റെ ആഗ്രഹത്തെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി സൂര്യേട്ടൻ പറഞ്ഞോ. എന്തോ നോക്കുന്നേ, കാണിച്ചു കൊടുക്ക്. ഫിഷ് ടാങ്ക്. എന്റെ ദൈവമേ, ഇതിന്റെ പിന്നാലെ കൊറേ നാളായി തുടങ്ങിയിട്ട് ഇത് സെറ്റാക്കാൻ വേണ്ടി. എത്ര മീനുണ്ട്? എത്ര ഉണ്ട്? 10 മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇച്ചിരി ഇതൊക്കെ പിടിച്ചു തുടങ്ങിയില്ലേ, ചെടികളൊക്കെ വളർന്ന്. എന്റെ മണി പ്ലാന്റ് ഒരെണ്ണം ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മീനുകളൊക്കെ ക്ലിയർ ആയിട്ട്. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണുന്നില്ല. ഒരു ഓറഞ്ച്, പിന്നെ ഇവിടെ ഒരു വൈറ്റ്. വലിയ വൈറ്റ് കാണില്ല, പോത്തനെ കാണില്ല. ഇത് എന്നും രാവിലെ എണീറ്റ് ഇങ്ങോട്ടാ വരിക, നേരെ മീനെ കാണാനും ഇതിന്റെ കാര്യങ്ങൾ സെറ്റാക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. ഇനി എന്തായിരുന്നു അടുത്ത ആഗ്രഹം? മീനല്ല, അടുത്ത ആഗ്രഹമായിരുന്നു പട്ടീനെ. പട്ടി വേണോ വീട്ടിൽ, ഞാൻ വേണോ പറഞ്ഞോ? ആരെങ്കിലും ഒരാളെ വരുള്ളൂ. എനിക്ക് അത്രമേ കണ്ടുകൂടാ, എനിക്ക് പേടിയാ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒത്തിരി അങ്ങനെ പൈസ ഒന്നും കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് കാണാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ അതൊന്നും കുറെ ഇങ്ങനെ അതിന് വേണ്ടി മെനക്കെടാനോ അതിനു വേണ്ടി പൈസ ചെലവാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാണാൻ ഇഷ്ടം, അത്രേ ഉള്ളൂ. ഇനി പറ, ടാങ്കിന്റെ കോസ്റ്റ് പറ. ടാങ്കിന്റെ കോസ്റ്റ് സൂര്യയുടെ എങ്ങനെ സെറ്റ് ആക്കിയേ? ടാങ്കിന്റെ കോസ്റ്റിന് തുടങ്ങാൻ പറഞ്ഞോ. ഇംഗ്ലീഷുകാരൻ്റെ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് ഫ്രീ കിട്ടിയ ടാങ്കാണ് കേട്ടോ. പക്ഷെ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു $55. കാരണം ഒത്തിരി വലിയ ടാങ്കാ. ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ വലിപ്പം അറിയണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര വലിയൊരു ടാങ്കാണ്. അപ്പം അത് ഫ്രീ കിട്ടി. ഒരു ട്രാൻസ്പോർട്ട് അല്ലേ, ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെലവ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. പിന്നെ മീനുകളെ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് മേടിച്ച് അങ്ങനെ ഒരു 10 മീന് ഇട്ടിട്ടുണ്ടോ. ഇത് എന്തായിരുന്നു? ഗോൾഡ് ഫിഷ് അല്ലല്ലോ, ഗോൾഡ് ഫിഷ് തന്നെ. നന്നായിട്ട് വലിപ്പം വരുന്ന ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലിയ ടാങ്കിൽ ഇടണം. നമ്മുടെ ചെറിയൊരു അക്വേറിയത്തിലൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. നമ്മൾ കുറച്ച് നാൾ ഇട്ടൂല്ലേ അക്വേറിയത്തിൽ, കുറച്ച് നാൾ ഇട്ടു. പക്ഷെ ഇത് നന്നായിട്ട് വലിപ്പം വരും തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ ചെടികളൊക്കെയാണുള്ളത് തിന്നുന്നത്. ചെടികളൊക്കെ എന്തൊക്കെയോ തിന്നൂട്ടോ അവര്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് വലിപ്പം വരും. അപ്പോൾ വലിയ ടാങ്ക് തന്നെ വേണം. അപ്പോൾ നമ്മളെല്ലാം കൂടെ പുറത്തേക്ക് സെറ്റാക്കി. കരടൊക്കെ വീഴുന്നു അല്ലേ? ഇതിങ്ങനെ എനിക്ക് ഇടുന്ന് എന്തോ പൂപ്പായി പിടിക്കണം. ഈ ചെടികളൊക്കെ വളർന്നത് നല്ലതായിട്ട് ഇങ്ങനെ സെറ്റാവണം കേട്ടോ, എന്നാലാണിത് ശരിയാവുള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ട മോട്ടർ കാര്യങ്ങൾ, ഫിൽറ്റർ ഇല്ലേ സുജിട്ടാ? ഫിൽറ്റർ, അതൊക്കെ 2 ഫിൽറ്റർ, 3 ഫിൽറ്ററും ഒരു ബബ്ലും. വെള്ളം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക അല്ല, എന്നാലും അവർ ആക്റ്റീവായിട്ട് അതിൽ നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് നേരം വെളുത്തതൊക്കെ തന്നെ പരിപാടിയില്ല സുജിട്ടാ. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ, ഇപ്പം പണിക്കൊന്നും പോകുന്നില്ല. ഇനി ഒരു കാത്തിരിപ്പാണ്. നമ്മുടെ ലീവ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്നോട്ട് സ്റ്റാർട്ട് ചെയ്തേ? 20-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു കാത്തിരിപ്പാണ്. സുഖല്ലേ, പണിക്കൊന്നും പോണ്ട, റെസ്റ്റ് എടുക്കുക, ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻജോയ്മെന്റ്സ്.
ആണോ ആ കൈ ഇറങ്ങിലിച്ചെൻ്റെ വളർത്തിട്ടിട്ട് ജാക്കറ്റ് വേണം എടുത്തിട്ട് കേട്ടോ. ഇനി എന്നാ വേണം നടക്കാൻ എന്താ സ്ഥലാ അപ്പുറത്ത് നോക്കിയ കടല് കാണാം. സമയമായിട്ട് മതിയില്ല ഒരു തിരക്കില്ല. ഞങ്ങളുടെ മീന് ഹോസിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവിടെ ജാമായി നിൽക്കാണ്. രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി ഞങ്ങൾ തപ്പാൻ തുടങ്ങിയിട്ട് അവനെ മാത്രം കാണുന്നില്ല. നോക്കിയപ്പോൾ ഓസിൻ്റെ ഉള്ളിൽ കൂടെ കയറി തണുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് കുറേ നേരമായി നോക്കണം, എന്നാലും അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയി. അപ്പോൾ ഈ ഹോള് അടച്ചോട്ടെ സൂചിട്ടാ, അല്ലെങ്കിൽ വരി വരിയായിട്ട് വന്ന് നിൽക്കും. അല്ല ഡ്രീം വേൾഡാന്ന് ഓർത്ത് കാണും. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്ന് പറയണത്. എന്നിട്ട് കണ്ടോ എന്നിട്ട് അതല്ല നോക്കിയിട്ട് വല്ല കാര്യം ഉണ്ടായ. ഞാൻ പറഞ്ഞിട്ടല്ലോ ഇപ്പൊ വെള്ളം മീൻ അന്വേഷിച്ചു തുടങ്ങിയത്. ബാക്കി എല്ലാവരും ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ തപ്പിത് നന്നായി. 750 ലിറ്റർ വെള്ളം ഉണ്ടായിട്ട് ഈ ഹോളിൽ കൂടെയാണ് കേറിപ്പോയത് കേട്ടോ മീന്. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. 750 പ്ലസ് ആണ്. എന്നിട്ട് അവന് ചോദിച്ചു ഞാൻ അറിയില്ല അതല്ല മീൻ ഓർത്ത് കാണും മറ്റേ ഡ്രീം വേൾഡിൽ കൂടെ പോയിട്ട് മറ്റേ കുഴലിൽ കൂടെ പുറത്തേക്ക് കയറാന്ന്. എവിടെ സൂചിട്ടാ സ്ക്രൂ ചെയ്യ. ദൈവമായിരുന്നു എന്റെ ദൈവമേ, സാമർത്ഥ്യം നോക്കണേ. ഞാൻ വിചാരിച്ചു ദൈവമേ ചത്തെന്ന് വിചാരിച്ചു. ഞാനൊരു സ്ക്രൂ ഒക്കെ അതിന്റെ അടിയിലിരിക്കുന്നു. വന്ന വരവ് നോക്ക്. നമ്മുടെ മീൻ ഈ ഹോളിൽ കൂടെ കേറിപ്പോയി. ഈ പുറത്തെ പൈപ്പ് കണക്റ്റഡ് ആണ് ഉള്ളിലേക്ക്. ഇതിൽ കൂടെ പോയിട്ട് താഴത്തെ വാൽവിൻ്റെ അവിടെ ചെന്നിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ അത് അഴിച്ച് വെച്ചു. ഇനിയിപ്പോൾ അത് വെക്കേണ്ട പോലെ. പക്ഷെ അത് ഫിൽറ്ററാന്ന് തോന്നുന്നത്. വേഗം എടുക്കുന്നു. അന്വേഷിച്ച് മടുത്ത് എണ്ണി എനിക്ക് വയ്യാണ്ടായി. അവിടെ എണ്ണു ഇവിടെ എണ്ണു. ഞാൻ പക്ഷെ ഈ വെള്ളം ഇങ്ങനെ കെടുക്കുന്ന ആക്കല്ലേ. അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ തല കണ്ടുവന്നേ ആ ഫിൽറ്ററിന്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അതൊക്കെ എനിക്ക് ഡൗട്ട് തോന്നി. പക്ഷെ ഇതിൽ കൂടെ ഇങ്ങനെ കയറിപ്പോവാൻ എങ്ങനെ ഇതിൽ കൂടെ കയറിപ്പോയിട്ടുണ്ടാവും? പൂപ്പായി അതിന് പ്ലാസ്റ്റിക് പൂപ്പായി പിടിക്കും. ഓക്സിജൻ പ്ലാന്റ്. ഇതൊക്കെ പ്ലാന്റ്സ്. ഇതൊക്കെ തിന്നോ? എന്ത് ഞങ്ങൾ എടുക്കും നോക്കി ഇവിടെ. ഇത് എടുക്കുന്നത് വീണ്ടും പോള പരിപാടിയാണെന്നുണ്ട്. പക്ഷെ അടയ്ക്കേണ്ടാന്ന്. ഇതിപ്പോ നമുക്ക് അങ്ങനെ വെള്ളം ഇങ്ങനെ വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരും. രണ്ടും അടയ്ക്കണം. ഫീമെയിൽ ഗപ്പിയ അത് വലുതല്ലേ? അച്ഛന് പുതിയ ഫ്രണ്ട്സ് വന്നല്ലോ. കാണിക്ക് മുകളിലേക്ക് വെച്ച്. കടിക്കടാ 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 കടിക്കടാ.
ഇങ്ങനെ ഒരു പ്രാന്തൻ ഞാൻ പിടിച്ചിരിക്കേണ്ടത്. തുറന്നു വിടൂ. അതുങ്ങള് പോയി വിട്ടോ. ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവിടെ, കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പേടിക്കണ്ട ആരും. കുറച്ചു നേരം അങ്ങനെ വെക്കണോ? കുറച്ചു നേരം വെക്കണോ അങ്ങനെ? ഇതാ ഇല്ല, ഇറങ്ങിയിട്ടില്ല കേട്ടോ, വഴി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ നിന്നതിന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. അയ്യോ, അടുത്ത ആളും പുറത്തേക്ക് ഇറങ്ങി. നമ്മളിനി ഗപ്പീനെ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇത് ഉള്ളിൽ വെച്ചിരിക്കണ ചെറിയ അക്വേറിയാണ് കേട്ടോ. വന്നു ഒരു വൈറ്റ് ഫീമെയിലും മറ്റേതെന്തേ ഒരു ഓറഞ്ച് കളറ് മെയിലും. സെറ്റ് ആയാലും സുചിട്ടാ. ടെമ്പറേച്ചർ സെറ്റ് ആക്കിയാ അടിയിലെത്തിയിട്ട് മീനുകൾ കാണിക്കേ. ചോദ്യം വന്നില്ല, പുകഞ്ഞല്ല നന്നായിട്ട്. ഓക്കെ, മാറ്റിക്കാം. മധുരം രാവിലെ എഴുതുന്നിയേ എനിക്ക് 3 അത് ഫുൾ മാർക്ക് മേടിച്ചിട്ടേ കമ്പ്യൂട്ടറിനെ അങ്ങ് പഴം വിതരണം. നാടൻ പഴല്ലേ സുജിത്തെ? സാധനം മേടിക്കാൻ വരുമ്പോ ഇങ്ങനെ വെച്ച് തരാം അല്ലേ? ഞാർക്കൊണ്ടോ പറയൂ, പഴത്തിന്റെ റിവ്യൂ പറയൂ. ന്യൂസിലാൻഡിലെ ചെറുപഴം സൂപ്പർ. വീട്ടിലുണ്ടായ പഴം, പക്ഷെ ചെറുപഴം എന്നാണോ പറയുക? ഇതാണോ ചെറുപഴം? ഒമാനല്ല, നമ്മുടെ അവിടെ കിട്ടണതല്ല, വീട്ടിലുണ്ടായാൽ പറമ്പിലുണ്ടായ പഴം. അതെ, അടിപൊളി. കുറെ നാളായിട്ട് കഴിച്ചപ്പോ നല്ല ടേസ്റ്റ്. ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോയും കൂടെ ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് IRDയുടെ റീഫണ്ടിനെ കുറിച്ച് സംസാരിക്കാം. ഞാനിപ്പോ ഈ ഒരു ടൈമിൽ വീഡിയോസ് എടുക്കുന്നത് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. അപ്പോൾ എൻ്റെ അടുത്ത് സുജേട്ട ഇരിക്കുന്നുണ്ട്. സുജേട്ട നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇന്നത്തെ ഫുഡ് എന്താ സുജേട്ട? കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് മസാല കപ്പയാക്കാൻ വെച്ചതാണ്. പിന്നെ സുജേട്ട എനിക്ക് വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊടുത്തോന്നുള്ളൂ. അത് ഉണ്ടാക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. സോ ടാക്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമ്മൾ സാലറി മേടിക്കുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ സാലറി, വർക്കിംഗ് അവേഴ്സ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അല്ലെങ്കിൽ അത് IRDക്കാർ ഈടാക്കുന്നത്. നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് കഴിഞ്ഞിട്ടുള്ളതാണല്ലോ നമുക്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ടാക്സ് അസസ്മെന്റ് കഴിഞ്ഞു. ഈ ലാസ്റ്റ് മെയിലായിരുന്നു അതിന്റെ അസസ്മെന്റ്, അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നത്.
അപ്പൊ നിങ്ങളിപ്പോൾ IRDയുടെ സൈറ്റിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് അലർട്ട് മെസ്സേജ് അതിൽ വന്നിട്ട് എടുക്കുന്നുണ്ടാവും. അത് ചെക്ക് ചെയ്യാത്തൊരു ചിലർ IRD ഒക്കെ ഓപ്പൺ ആക്കി നമ്പറൊക്കെ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ കിട്ടിയതിന് ശേഷം ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊന്ന് സൈറ്റൊക്കെ തുറന്നു നോക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അതിലാണ് അവർ വിടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അസസ്മെന്റ് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മെയിൽ റിപ്പോർട്ട് വന്നു. അങ്ങനെ നിങ്ങളുടെ IRDയുടെ സൈറ്റ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു അലേർട്ട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ലെറ്റർ ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഈ വർഷത്തെ ടാക്സ് അസസ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു PDF ഫയലും കാണും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചിലർക്ക് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നില്ല, കാരണം സീറോ ബാലൻസ് ആയിരിക്കും. IRDക്കാർ നിങ്ങൾക്കും ഒന്നും തിരിച്ചു തരേണ്ട അവസ്ഥയില്ല, നിങ്ങൾ അങ്ങോട്ടും തിരിച്ചൊന്നും പേയ്മെന്റ് ചെയ്യേണ്ട. അത് സീറോ ബാലൻസ് ആയിരിക്കും, അതായത് പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് അടച്ച ടാക്സ് വളരെ കൃത്യമായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ സീറോ ബാലൻസിൽ വരും. പക്ഷെ ചിലവർക്ക് വളരെയധികം ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. കാരണം ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും, ഈ ഒരു വർഷത്തെ അസസ്മെന്റ് കഴിഞ്ഞു, നിങ്ങളുടെ ഫൈനൽ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾ അടച്ച ടാക്സ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ആ ഒരു എമൗണ്ടും എത്രയാണെന്നുള്ളത് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമല്ലേ, നമുക്കൊരു 100 രൂപയാണെങ്കിലും തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടാന്നുള്ളത്. അപ്പൊ പിന്നെ അത് ഡോളർ ആണെങ്കിലോ ഇരട്ടി ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മൾ ഫോർട്ട്നൈറ്റ്ലി സാലറി വരുന്നു, ടാക്സ് പിടിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് നാളെ എനിക്ക് തിരിച്ചു കിട്ടോ എന്താന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമുക്ക് ശരിക്കും ആവശ്യമുള്ള ഒരു സമയത്ത് IRDക്കാർ ഇങ്ങനെ ഒരു സപ്പോർട്ട് തരിക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ പറയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാത്തവര് അതിനുള്ള റിക്വസ്റ്റും അവർ വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റും കൂടി ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IRD നമ്പർ കിട്ടിയതിന് ശേഷം ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും. നമുക്ക് IRD നമ്പർ കിട്ടി, പക്ഷെ നമ്മൾ അതിലത്തെ നമ്മുടെ പ്രൊഫൈല്, നമ്മുടെ അഡ്രസ്സ്, കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും വരുന്നത് പോസ്റ്റ് വഴിയായിട്ടാണ്. നമുക്ക് ഈ IRD നിന്നായാലും നമ്മുടെ ബാങ്കിൽ നിന്നായാലും കൗൺസിലിൽ നിന്നായാലും ഒക്കെ നമുക്ക് പോസ്റ്റ് വഴിയായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ അതൊക്കെ നമ്മളുടെ വീട് മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുജേട്ടാ, അതെ, കാറിന്റെ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പോസ്റ്റ് വഴിയാണ്. നമുക്ക് അല്ലാണ്ട് വേറൊരു മെയിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒന്നല്ല വരുന്നത്, ഒക്കെ പോസ്റ്റ് വഴിയായിട്ടാണ് വരിക. അപ്പൊ എപ്പോഴും നമ്മൾ വീട് മാറുന്നതിനനുസരിച്ച് ഈ എല്ലാ സ്ഥലത്തും നമ്മുടെ അഡ്രസ്സ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇനി മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ IRD അസസ്മെന്റ് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് സങ്കടമായിരിക്കും. കാരണം IRD അസസ്മെന്റ് പ്രകാരം അവർ മെയിൽ അയക്കും, നിങ്ങൾ കുറവാണ്, ടാക്സ് അടച്ചിരിക്കുന്നത് കുറവാണ്, അതുകൊണ്ട് നോക്കിയപ്പോൾ ഇത്ര ഒരു എമൗണ്ട് കുറവുണ്ട്, നിങ്ങൾ തിരിച്ച് ഈ ഒരു എമൗണ്ട് IRDയിലേക്ക് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർക്ക് ലെറ്റർ വരിക. അത് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഈ കിട്ടുന്ന ഇപ്പൊ ഒരു $700 അല്ലെങ്കിൽ $3000-4000 ഇങ്ങോട്ട് കിട്ടുമ്പോൾ സന്തോഷമാണ്, തിരിച്ചത് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇച്ചിരി വിഷമമുള്ള കാര്യമല്ലേ. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പിലാണ് നമ്മുടെ IRDയുടെ അസസ്മെന്റ് കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ട് വരുന്നത്. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ട് വന്നവർക്കായാലും ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ IRDയുടെ സൈറ്റ് ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കാത്തവര് എല്ലാവരും പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടോന്ന്. കാരണം ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അങ്ങനെ വന്ന് കിടക്കത്തുള്ളൂ. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെന്താ, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക, ഡേറ്റ് അടുക്കാറായി, ഡ്യൂ ഡേറ്റ് 26 ആണ്. അപ്പൊ ഇനി ഏത് നിമിഷം വേണമെങ്കിലും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയി. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. പിന്നെ റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, മെറ്റേണിറ്റിയുടെ ലീവും കാര്യങ്ങളും ബെനിഫിറ്റ് ഒക്കെ ചോദിച്ചിട്ട്. ഞാൻ ചെയ്യാട്ടോ, ഞാൻ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയും ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ. ഞാൻ ഡെലിവറി ആയില്ലെങ്കിൽ അപ്പം എന്തായാലും ഞാൻ ഈ ഒരാഴ്ച കണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അപ്പം എന്താ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.